Hi everyone, welcome back to Wisdom Academy classes. So we are moving on to the next session of circle starter. അപ്പോൾ സർക്കിൾ സ്റ്റാർട്ടറിൽ 11th ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് റോംബസ് ആണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആ ഒരു സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ നമ്മൾ 8th ക്വസ്റ്റ്യൻ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു കണ്ടീഷനാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. ആ കണ്ടീഷൻ വരെ സെയിം ആയിട്ട് പ്രൂവ് ചെയ്യുക. അതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ആ ഒരു 2-3 സ്റ്റെപ്പ് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് ആ 2-3 സ്റ്റെപ്പും കൂടെ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റോംബസ് ആണെന്ന് കിട്ടുന്നുണ്ടാവും. അപ്പോൾ 11th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേമാതിരി തന്നെ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത 9th ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതൊക്കെ നന്നായി തന്നെ പഠിക്കുക. സർക്കിൾസ് ചാപ്റ്റർ ആദ്യം ടെക്സ്റ്റ് ബുക്ക് പഠിച്ചതിന് ശേഷം മാത്രം EQ ഷീറ്റ്സും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്താൽ മതി കേട്ടോ. ആദ്യം സർക്കിൾസിൻ്റെ ചാപ്റ്റർ നന്നായി തന്നെ പഠിച്ചു വയ്ക്കാം. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ക്ലാസ്സസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ പോയി ചെക്കൗട്ട് ചെയ്യുക, കാണുക, കണ്ട് പഠിക്കുക. അപ്പോൾ ഇപ്രാവശ്യം എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദ ബെസ്റ്റ്. ഓൾറെഡി എക്സാംസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന എക്സാംസ് എല്ലാവരും നന്നായി തന്നെ എഴുതുക, നന്നായി മാർക്ക് മേടിക്കാൻ തന്നെ. നിങ്ങൾക്ക് കഴിയുന്നതനുസരിച്ച് മാർക്ക് മേടിക്കാനായിട്ടുള്ള ഒരു ഇൻപുട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇത് 13th ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങൾ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്ക്സ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം എത്രത്തോളം റെലവൻസി ഉണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. അപ്പോൾ അത് നന്നായി തന്നെ പഠിക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കുക. വെറുതെ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ സ്പാൻ ഓഫ് ടൈമിൽ മാത്രമേ നമുക്കത് ഓർമ്മ നിൽക്കുള്ളൂ. ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും അത് മറക്കില്ല. അപ്പം എന്തായാലും മാത്സും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ പഠിക്കാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രൂവ് ദാറ്റ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ സർക്കംസ്ക്രൈബിംഗ് എ സർക്കിൾ സബ്റ്റൻഡ് സപ്ലിമെന്ററി ആംഗിൾസ് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഓപ്പോസിറ്റ് സൈഡ് കാരണം ഉണ്ടാവുന്ന ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സെന്ററിൽ ഉണ്ടാവുന്ന ആംഗിൾസിന്റെ സമ്മ് 180 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിൽ കണ്ടീഷൻ ഉണ്ട്. അതായത് ഇപ്പോൾ AB ആണ് ഞാൻ സൈഡ് ആയിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന CD, അത് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താണ് 180 ഡിഗ്രി. ദാറ്റ് ഈസ് ആംഗിൾ AOB പ്ലസ് ആംഗിൾ COD 180 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓർ യു ക്യാൻ പ്രൂവ് ആംഗിൾ BOC പ്ലസ് ആംഗിൾ AOD ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഈ 2 കണ്ടീഷൻസ് ആണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടീഷൻ ഞാൻ ഇവിടെ ചെയ്ത് കാണിച്ചു തരാം. സെക്കൻഡ് കണ്ടീഷൻ നിങ്ങൾ സെയിം പാറ്റേണിൽ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷനിൽ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഷെയ്ഡ് ചെയ്യണ്ട, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ അങ്ങനെ ഷെയ്ഡ് ചെയ്ത് വൃത്തികേടാക്കരുത്. ഞാൻ ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു തരാം. നിങ്ങൾക്ക് ഇതാണ് ഞാൻ പ്രൂവ് ചെയ്ത് കാണിച്ചു തരണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഷെയ്ഡ് ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ആംഗിൾ AOB പ്ലസ് ആംഗിൾ COD ഈക്വൽ ടു 180 ഡിഗ്രി. ദിസ് ഈസ് ഐ എം ഗോയിങ് ടു പ്രൂവ്. നമ്മൾ ഗിവൺ എന്താണെന്ന് എഴുതി, ABCD is a quadrilateral which is circumscribing a circle with center. കൺസ്ട്രക്ഷൻ എന്താണ്, OP, OQ, ORഉം OS ഒക്കെ തമ്മിൽ ജോയിൻ ചെയ്യാം. PQRS എന്താണ്, പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് ആണ്. ഈ സർക്കിൾ ക്വാഡ്രിലാറ്ററിൽ വന്ന് ടച്ച് ചെയ്യുന്ന പോയിന്റ്സ് ആണ് PQRS. എന്താണ് പ്രൂവ് ചെയ്യാനുള്ളതെന്ന് എഴുതി പ്രൂഫ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എപ്പോഴും നമ്മൾ 2 adjacent ട്രയാങ്കിൾസ് എടുക്കുക, കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യുക. അതാണ് ഈ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. അപ്പോൾ സോ ഐ എം ഗോയിങ് ടു ടേക്ക് 2 ട്രയാങ്കിൾസ്, 2 adjacent ട്രയാങ്കിൾസ് കേട്ടോ. അപ്പം ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന മാതിരി തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 2 adjacent ട്രയാങ്കിൾസ് എടുക്കുക, കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യുക. അതാണ് വേണ്ടത്. അഡ്ജസൻ്റ് ആയിട്ട് കിടക്കുന്ന 2 ട്രയാങ്കിൾസ് വേണം എടുക്കാനായിട്ട്. അത് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. സോ OB is equal to OB കോമൺ റീസൺസ് എഴുതണം. Next, OP is equal to OQ because it is the radius, and BP is equal to BQ. DP equal to എന്താണ്, BQ ആണ്. tangents from external point are equal in length. external tangent theorem ആണ്. tangents from external point are equal. ഓക്കെ, എല്ലാം എഴുതുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് റീസൺ എഴുതണം. അല്ലെങ്കിൽ റീസൺ എഴുതിയിട്ടില്ലെങ്കിൽ കറസ്പോണ്ടിങ്ങിലി നമ്മളുടെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. So we got these 2 triangles are congruent by triplet criteria. Triplet criteria വെച്ചിട്ട് നമുക്ക് എന്താണ് കിട്ടി, ഈ 2 ട്രയാങ്കിൾസ് കോൺഗ്രുവൻ്റ് ആണെന്ന് കിട്ടി. ബൈ ട്രിപ്ലസ് കോൺഗ്രുവൻസ്, ദാറ്റ് ഈസ് ആംഗിൾ BOP is equal to ആംഗിൾ BOQ എന്ന് എഴുതാം. നമ്മളിവിടെ CPCT കണ്ടീഷൻ ആയിട്ട് എഴുതുന്നത് ആംഗിൾസ് ആണ്. ബിക്കോസ് നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രൂവ് ചെയ്യാനുള്ളത് ഓപ്പോസിറ്റ് ആംഗിൾസ് സബ്റ്റൻഡ് ചെയ്യുന്ന സമ്മ് 180 ഡിഗ്രി എന്നാണ്. സോ അവർ മെയിൻ എയിം ഇസ് ടു പ്രൂവ്
adjacent angles are equal. അതാണ് നമുക്ക് മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത്. സോ CPCT കണ്ടീഷൻ ആയിട്ട് നമ്മൾ ആംഗിൾസ് തന്നെയാണ് എഴുതുന്നത്, which implies angle 1 is equal to angle 2. നോക്കി നോക്കൂ, ആംഗിൾ 1ഉം ആംഗിൾ 2ഉം നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്തു, ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ദിസ് ഈസ് മൈ ഇക്വേഷൻ 1. സിമിലർലി നിങ്ങൾക്ക് ഒരെണ്ണം കൂടെ എടുത്ത് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം, ആംഗിൾ COQും CORും. അത് നിങ്ങളുടെ ടൈമിനനുസരിച്ച് മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ സിമിലർലി വി വിൽ ഗെറ്റ് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4, ആംഗിൾ 5 ഈക്വൽ ടു ആംഗിൾ 6, ആംഗിൾ 7 ഈക്വൽ ടു ആംഗിൾ 8. നമ്മളുടെ ഉദ്ദേശം എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് തീർക്കാമെന്നാണ്. ഒരു ക്വസ്റ്റ്യൻ തന്നെ കുറേ അധികം ലെങ്തി ആക്കി വാരി വലിച്ചെഴുതി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടാതിരിക്കുക എന്നല്ല. അപ്പം മാക്സിമം ക്വസ്റ്റ്യൻസ് വിത്തിൻ എ സ്പാൻ ഓഫ് ടൈം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് തീർക്കുക. ഒരു ക്വസ്റ്റ്യനിൽ പോലും കുറേ അധികം സമയം നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ മെയിനായിട്ട് എന്താണ് നമ്മളുടെ ഉദ്ദേശം, പെട്ടെന്ന് തന്നെ എഴുതി തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനെ വെച്ചിട്ട് പോയിന്റ്സ് മിസ് ഔട്ട് ചെയ്തിട്ട് എഴുതലെന്നല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. പോയിന്റ്സ് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. കുറേ അധികം ഈ സെയിം സാധനം തന്നെ നിങ്ങളെല്ലാം പ്രൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത് സിമിലർലി എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഇനി നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം കൂടെ ഇതേമാതിരി ചെയ്ത് കാണിച്ചാൽ മതി കേട്ടോ. ഇവിടെ ഞാൻ സിമിലർലി എന്ന് പറഞ്ഞിട്ടാണ് എഴുതുന്നത്. സിമിലർലി വി ഗെറ്റ് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4, ആംഗിൾ 5 ഈക്വൽ ടു ആംഗിൾ 6, ആംഗിൾ 7 is equal to ആംഗിൾ 8. These are equation 2, equation 3, equation 4. ഇക്വേഷൻ 2ഉം കൂടെ നിങ്ങൾ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു കൊടുത്ത് നോക്കിയോളൂ. ഈ ഒരു COQും CORും കൂടെ എടുത്തിട്ട് CPCT ആയിട്ട് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4നും കൂടെ എഴുതാം വേണമെന്നുണ്ടെങ്കിൽ. സമയത്തിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം ആംഗിൾ 1 പ്ലസ് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 3 പ്ലസ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 പ്ലസ് ആംഗിൾ 6 പ്ലസ് ആംഗിൾ 7 പ്ലസ് ആംഗിൾ 8 is equal to 360 ഡിഗ്രി അല്ലേ. സം ഓഫ് ഓൾ ആംഗിൾസ് അറൗണ്ട് എ പോയിന്റ് ഇസ് 360 ഡിഗ്രി. കംപ്ലീറ്റ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണ്. ഇനിയാണ് നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാത്തിലും സെയിം തന്നെയാണ്. ഈവൻ നിങ്ങൾ സെക്കൻഡ് സബ്ഡിവിഷൻ ആണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും ഓൾ ദി സ്റ്റെപ്സ് ആർ സെയിം സ്റ്റെപ്സ് തന്നെയാണ് അവിടെ വരുന്നത്. സ്റ്റെപ്പ് ചേഞ്ച് ആവുന്നത് എവിടെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ മെയിൻ എയിം ഏതൊക്കെയാണ്, നമുക്ക് ആംഗിൾ 1 ആവശ്യമുണ്ട്, ആംഗിൾ 8 ആവശ്യമുണ്ട്. സോ ഐ എം ഗോയിങ് ടു സർക്കിൾ ഇറ്റ്. ഓക്കെ, ആംഗിൾ 1ഉം ആംഗിൾ 8ഉം ആവശ്യമുണ്ട്, ആംഗിൾ 4ഉം ആംഗിൾ 5ഉം ആവശ്യമുണ്ട്. ഇത്രയും ആംഗിൾസ് ആണ് എനിക്കിപ്പോൾ ആവശ്യമുള്ളൂ. റെസ്റ്റ് ഓൾ ദ 4 ആംഗിൾസ് ആർ എക്സ്ട്രാ, അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് കിടക്കുന്ന ആംഗിൾസ് ആണ്. അപ്പം എനിക്ക് എന്ത് ചെയ്യണം, ആ ആംഗിൾസിനൊക്കെ എനിക്ക് മാറ്റണം, എനിക്ക് വേണ്ട ആംഗിൾസിലേക്ക് മാറ്റണം. നമുക്ക് അതിനുള്ള റിലേഷൻസ് അറിയാം. ആംഗിൾ 2നെ എനിക്ക് എന്താക്കാം, ആംഗിൾ 1 ആക്കാം അല്ലേ. സോ ഐ എം ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ആംഗിൾ 2 പ്ലസ് ആംഗിൾ 1. അതായത് നമുക്ക് എന്താണോ ആവശ്യം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, മാറ്റിയെടുക്കുകയാണ്. അതേമാതിരി തന്നെ ആംഗിൾ 3 എനിക്ക് ആവശ്യമില്ല, പക്ഷെ എനിക്ക് ആംഗിൾ 4 ആവശ്യമുണ്ട്. സോ ഐ എം റീപ്ലേസിങ് ആംഗിൾ 3 പ്ലസ് 3 ബൈ ആംഗിൾ 4 itself. നെക്സ്റ്റ് ആംഗിൾ 5 എനിക്ക് ആവശ്യമുണ്ട്, ആംഗിൾ 6 എനിക്ക് ആവശ്യമില്ല. സോ ഐ എം റീപ്ലേസിങ് ആംഗിൾ 6 ബൈ ആംഗിൾ 5 itself. Next I am going to replace angle 7 by angle 8. Sorry, it is angle 8. Okay, angle 7 ഞാൻ angle 8 ആയിട്ട് റീപ്ലേസ് ചെയ്യാണ്. is equal to 360 ഡിഗ്രി. അപ്പോൾ നമ്മൾക്ക് വേണ്ടാത്ത ആ ആംഗിൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേണ്ട ആംഗിൾസിലേക്ക് മാറ്റി എഴുതുന്നു. നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം എന്താണ്, 2 ആംഗിൾ 1, 2 ആംഗിൾ 4, 2 ആംഗിൾ 5, 2 ആംഗിൾ 8 എന്ന് വരും അല്ലേ. ഈ ഒരു 2 നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ 2 ഇൻറ്റു ആംഗിൾ 1 പ്ലസ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 പ്ലസ് ആംഗിൾ 8 is equal to 360 എന്ന് എഴുതാം. ഓർ ആംഗിൾ 1 പ്ലസ് ആംഗിൾ 8 പ്ലസ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 is equal to 360 by 2. It is equal to 180, or you can write it as 360 by 2 itself. ഈ 2 ഇങ്ങോട്ട് പോകുമ്പോൾ ഡിവിഷൻ ആയി മാറുകയാണ്. ഇനി നമുക്ക് ആംഗിൾ 1 പ്ലസ് ആംഗിൾ 8 ഒരു ബ്രാക്കറ്റിൽ എഴുതാം, ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 വേറൊരു ബ്രാക്കറ്റിൽ എഴുതാം. ഒന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ, ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഞാൻ റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആംഗിൾ 1 പ്ലസ് ആംഗിൾ 8 ഏതാണ്, ആംഗിൾ AOB ആണ്. ആൻഡ് ആംഗിൾ 4 പ്ലസ് ആംഗിൾ 5 എന്താണ്, ആംഗിൾ COD ആണ്. 360 by 2 എത്രയാണ്, 180 ഡിഗ്രി ആണ്. ഇതല്ലായിരുന്നോ നമ്മളുടെ ഫസ്റ്റ് സബ്ഡിവിഷൻ. ഓപ്പോസിറ്റ് സൈഡ് കാരണം ഉണ്ടാവുന്ന സെൻട്രൽ ആംഗിൾസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. Therefore we have proved first subdivision. ആദ്യത്തെ സബ്ഡിവിഷൻ നമ്മളുടെ എന്തായിട്ടുണ്ട്, പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഒരെണ്ണം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്, കാരണം അത്യാവശ്യം ലെങ്ത് ഉണ്ട്.
ഇനി അല്ല രണ്ടാമത്തെ സബ്ഡിവിഷനും കൂടെ ചെയ്യാൻ നിങ്ങളുടെ ടീച്ചേഴ്സ്, സ്കൂളിലത്തെ ടീച്ചേഴ്സ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ സബ്ഡിവിഷനും കൂടെ എന്തായാലും ചെയ്യണം. അതിൽ ആ ഒരു സ്റ്റെപ്പ് വരെ കോമൺ ആണെന്നുള്ളത് പറഞ്ഞു. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നത് മാത്രമാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. അത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. വേറെ അഡീഷണൽ സ്റ്റെപ്സും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പോൾ അത് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ചെയ്ത് പഠിക്കുക തന്നെ വേണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ സർക്കിൾ സ്റ്റാർട്ടറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ, താങ്ക് യു.